ജോമോൻ എന്നും സഭയ്ക്കൊപ്പം തന്നെയാണ്. സീറോ മലബാർ സഭകൾക്ക് മാത്രമല്ല എല്ലാ സഭാ തലവന്മാർക്കും വിശ്വാസികൾക്കും അത് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. സഭയ്ക്കൊപ്പം നിലകൊണ്ട് ശക്തമായ നിലപാടെടുത്ത കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഇതാ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു. തൻ്റേത് കെ എം മാണി സാറിൻ്റെ പാരമ്പര്യവും നിലപാടുകളും തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന്. ഒരു വൃദ്ധവൈദികനെ കാലുകൊണ്ട് തൊഴിച്ച് കുർബാനയുടെ മഹത്വം തന്നെ ഇല്ലാതാക്കി സഭയെയും വിശ്വാസികളെയും ഒക്കെ അവഹേളിച്ച ആ അവിശ്വാസിക്കെതിരെ ഇതാ തക്ക സമയത്ത് തന്നെ നടപടി വന്നിരിക്കുന്നു. സഭാ നേതൃത്വം ഇപ്പോഴും പത്രപ്രസ്ഥാനം ഇറക്കി കാത്തിരിക്കുകയാണെങ്കിലും ജോസ് കെ മാണിയുടെ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നു. തലയോലപ്പറമ്പ് വരിക്കാങ്കുന്ന് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ വൈദികനെ അതിക്രൂരമായി ആക്രമിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് എം നേതാവിനെതിരെ ഫാദർ ജോൺ തോട്ടുംപുറത്തിനെ അൾത്തറിൽ കയറി പിടിച്ചിറക്കി ചവിട്ടി താഴിട്ട നികൃഷ്ടമായ പ്രവൃത്തി ചെയ്ത പാർട്ടി നേതാവ് ബാബു ജോസഫിനെതിരെ തന്നെയാണ് നടപടി. വിളിച്ചു വരുത്തി പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ച് രാജി എഴുതി വാങ്ങുകയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ബാബു ജോസഫിനെ നീക്കുകയും ചെയ്തു. വിശ്വാസികൾക്കും ഫാദർ ജോൺ തോട്ടുംപുറത്തിനും രൂപതയിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ എന്ത്? ഈ ഒരു നടപടിയെടുത്തതോടെ താനും സഭയ്ക്കൊപ്പമാണെന്ന് വീണ്ടും ഇതാ ജോസ് കെ മാണി തെളിയിച്ചിരിക്കുന്നു. ആക്രമണത്തിൽ ഫാദർ ജോൺ തോട്ടുംപുറത്തിന് സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. കുർബാനയ്ക്കിടെ വിമത വിഭാഗമാണ് ആക്രമണം നടത്തിയത്. ആ പരുക്ക് സാരമായതോ നിസ്സാരമായതോ, പക്ഷേ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വൈദികനെയാണ് നിഷ്കരണം ഈ അവിശ്വാസി മർദ്ദിച്ചതും ചവിട്ടി താഴിട്ടതും. സംഘർഷത്തിൽ അക്രമികൾ മൈക്കും ബലിവസ്തുക്കളും ഒക്കെ നശിപ്പിച്ചു. സംഘർഷത്തിന് നിരവധി പേർക്ക് പരിക്കുമേറ്റു. സംഭവത്തെ തുടർന്നാണ് തലയോലപ്പറമ്പ് പോലീസ് വന്ന് പള്ളി പൂട്ടേണ്ട ഗതികേടുണ്ടായത്. വിശ്വാസികൾ എങ്ങനെ സഹിക്കുമെത്? സഭയുടെ അംഗീകൃത കുർബാന അംഗീകരിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ പുതിയ പ്രീസ്റ്റ് ഇൻചാർജായാണ് ഫാദർ ജോൺ തോട്ടുംപുറത്തിനെ അവിടെ നിയോഗിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രായമെങ്കിലും ഓർക്കണമായിരുന്നു. ഈ ചവിട്ടി അവിശ്വാസി ജനിക്കുന്നതിന് മുമ്പേ പൗരോഹിത്യം തുടങ്ങിയ വ്യക്തിയാണ് ഇദ്ദേഹം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോൺ തോട്ടുംപുറം കുർബാന അർപ്പിക്കാൻ എത്തിയതെന്ന് ഓർക്കണം. കുർബാന തുടങ്ങിയതിന് പിന്നാലെയാണ് ഒരു വിഭാഗം വിശ്വാസികൾ വിമതർ പ്രതിഷേധമുയർത്തി ആക്രമണം അഴിച്ചുവിട്ടത്. മുൻ വികാരി ജെറിൻ പാലത്തെങ്കിൽ നേതൃത്വത്തിലാണ് സംഘർഷമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ആരോപണം. ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. ആരോപണം മാത്രമല്ല, അതുതന്നെയാണ് വസ്തുതയും. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ പള്ളിയിലും ഏകീകൃത കുർബാനയെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ട്. പള്ളിക്കുള്ളിൽ വെച്ച് കയ്യേറ്റമുണ്ടായെന്ന് കാണിച്ച് ജോൺ തോട്ടുംപുറം പോലീസിൽ പരാതി നൽകി. തലയോലപ്പറമ്പ് പ്രസാദഗിരി പള്ളിയിൽ കുർബാനയ്ക്കിടെ സംഘർഷമുണ്ടാക്കിയ അക്രമകാരികൾക്ക് നടപടിയെടുക്കുമെന്ന് സീറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പക്ഷേ ആ വാർത്താക്കുറിപ്പിൽ ശ്രദ്ധിക്കണം, ഈ ഫാദർ റോബിൻ്റെ പേരൊരിടത്തുമില്ല. ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന തീരുമാനത്തിൻ്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങൾ അതീവ വേദനാജനകവും അപലപനീയവുമാണെന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും ജോസ് കെ മാണി വക നടപടിയും വന്നിരിക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴൊക്കെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ആക്രമണം നടക്കുകയോ ഒരു സംഘർഷമോ കയ്യേറ്റമോ ഉണ്ടാവുകയോ ചെയ്താലും ബന്ധപ്പെട്ട പിതാവ് അവിടെ കാണില്ല. തട്ടിൽ പിതാവ് അന്ന് തട്ടിൽ പിതാവ് റോമിലായിരുന്നു. ഇപ്പോഴത്തെ ബംഗാളിൽ സ്വീകരണം ഏറ്റുവാങ്ങി നടക്കുകയാണ്. ഒന്നും അറിയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എത്തി ഒരു ആശ്വാസ വചനം നടത്തി പിരിയാമെന്നാണ് പിതാക്കന്മാരുടെ കരുതൽ. പക്ഷേ ഇത്തവണ ഫെബ്രുവരി 1 അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമായാണ് അവർ കുറിച്ചു വച്ചിരിക്കുന്നത്. വിശ്വാസികൾ അനുരഞ്ജത്തിൻ്റെ പേരും പറഞ്ഞ് ഇനിയും അക്രമ സംഭവങ്ങൾ അഴിച്ചു വിടാനാണ് ഇരു വിഭാഗവും ശ്രമിക്കുന്നെങ്കിൽ അതിനി തങ്ങളെ കിട്ടില്ലെന്നാണ് വിശ്വാസികൾ ഇപ്പോൾ തുറന്നു പറയുന്നത്. അത് വിമത വിഭാഗമായാലും ഔദ്യോഗിക വിഭാഗമായാലും രണ്ടുപേരും കണക്കാണെന്നാണ് ഇപ്പോൾ വിശ്വാസികളുടെ പക്ഷം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.